ഹലോ ഗായ്സ്, വെൽക്കം ടു ചിൽഡ്രൻസ് കിച്ചൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാനും നമ്മുടെ കുട്ടികളും ഒക്കെ ചേർന്ന് ഒരു അടിപൊളി റെസിപ്പി, അതായത് വീട്ടിലുള്ള മസാലകളൊക്കെ വെച്ച് എങ്ങനെയാണ് ഒരു മസാല മാഗി ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ആദ്യം നമുക്ക് ചട്ടി വെക്കാം. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മ ഉള്ളി ചെറുതായിട്ട് അങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ടൊമാറ്റോ, ഒരു ടൊമാറ്റോ ആണ് കട്ട് ചെയ്തത്, ഒരു ടൊമാറ്റോവും 2 വലിയുള്ളിയും. ആ ഓണിയൻ അങ്ങനെ നല്ലോണം ഡീപ് ഫ്രൈ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല, അതേപോലെ അര ടേബിൾ സ്പൂണ് മുളക് പൊടി, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിന് കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതി, ബിക്കോസ് ആ മാഗിന്റെ മസാലയിൽ തന്നെ ഉപ്പ് ഉണ്ടാവും. സോ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. ഇപ്പൊ നമ്മള് 2 പാക്കറ്റ് മാഗിയാണ് ഇവിടെ ഇടാൻ പോണത്. സോ ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഓക്കെ, നമുക്കിനി ആ മാഗിന്റെ ഒപ്പം കിട്ടിയ ആ മസാല ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ മാഗി ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റ് മാഗിയാണ്, 2 പീസ് ഉണ്ട്, 2 നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യാം. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഡീപ് ഫ്രൈ ചെയ്താലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ നല്ലോണം ഫ്രൈ ആക്കിയിട്ടുണ്ട്. ശരി, നമുക്ക് ഇറക്കി വെക്കാം അതിനെ. നമുക്കിതിന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായി മല്ലിയില ഇടാം. കുറച്ച് ചോളം ഇടാം മുകളില്. ഓക്കെ, നമ്മൾക്കിനി ഇത് നമ്മളുടെ കുട്ടികളോടൊപ്പം ചേർന്ന് കഴിക്കാം. എടുത്തോ പ്രതു, എടുത്തോ ഗായത്രി. അടിപൊളിയായിട്ടുണ്ട്. ആ മല്ലിയൻ്റെ മണവും ഈ കോണും ഇട്ടപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രതു? എങ്ങനെയുണ്ട് പറ. യമ്മി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായത്രി? സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ശരിക്കും എല്ലാം കറക്റ്റാണ്, മസാലയൊക്കെ കറക്റ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. 2-3 മാഗിയൊക്കെ ഉണ്ടാക്കിയ അത്ര വേണമെങ്കിൽ വയറ് നിറയെ ഇരുന്ന് കഴിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.